അങ്ങനെ കെ.പി. യോഹന്നാന്റെ ശവമടക്ക് കഴിഞ്ഞു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന സഭയുടെ സൃഷ്ടാവ് കെ.പി. യോഹന്നാന്റെ ശവമടക്ക് അല്പം സമയം മുമ്പ് അവസാനിച്ചു. ഇക്കഴിഞ്ഞ മെയ് 8-ാം തീയതി അമേരിക്കയിലെ ടെക്സാസ് വിൽസ് പോയിന്റിലെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഉടമസ്ഥതയിലുള്ള ക്യാമ്പസിന് പുറത്തുള്ള റോഡിലൂടെ പ്രഭാത സവാരി നടത്തുമ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചിറക്കി വണ്ടി ഇടിപ്പിച്ചു കൊന്നത്. കൊല്ലപ്പെട്ടതിന് ശേഷം ദീർഘമായ 13 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ശവമടക്ക് ഇന്ന് തിരുവല്ല സഭയുടെ ആസ്ഥാനത്ത് നടത്തിയത്. പണ്ട് സഭാതലവന്മാരെ തട്ടിക്കളയുമ്പോൾ എടിപിടിയുന്നുകൊണ്ട് അടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ വളരെ സമയമെടുത്ത് കൂളായിയാണ് കൊണ്ട കുഴിച്ചിടുന്നത്. കൊട്ടേഷൻ കൺസൾട്ടന്റുമാർ ഇതിനായി നല്ല ഉപദേശം നൽകും. ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ. ഇത്രയും സുദീർഘമായ ഒരു ശവമടക്ക് ശുശ്രൂഷ ക്രൈസ്തവ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം. കെ.പി. യോഹന്നാന് നാവെടുക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ ഉറപ്പായും അദ്ദേഹം ഇവരെ ചീത്ത വിളിച്ചേനെ. പ്രാർത്ഥിച്ച് പുഴുങ്ങിയാണ് അദ്ദേഹത്തെ ഒടുക്കം കൊണ്ട് യാത്രയാക്കിയത്. സ്വന്തമായി ഒരു ക്രമം ഇല്ലാതിരുന്നത് കൊണ്ട് മറ്റ് സഭകളുടെ ക്രമമെല്ലാം എടുത്ത് ഒരു അവിയൽ ക്രമം ആയപ്പോൾ സമയം വളരെയേറെ എടുത്തു. യോഹന്നാൻ സഭയുണ്ടാക്കിയിട്ട് അധികം കാലം ആയിട്ടില്ലാത്തതിനാൽ കൂദാശകളൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കൂദാശയ്ക്കിടയിൽ പെന്തക്കോസ്തുകാരുടെ പാട്ടും മാർത്തോമാക്കാരുടെ കൊയറും ഓർത്തഡോക്സുകാരുടെ വിശ്വാസ പ്രമാണവും പാട്ടുകളും ഒക്കെ ഉപയോഗിച്ച് അവിയൽ പരുവത്തിലുള്ള ശുശ്രൂഷകളാണ് നടത്തിയത്. തങ്ങളുടെ സഭകളുടെ കൂദാശകൾ നൈസായി അടിച്ചുമാറ്റിയ യോഹന്നാന്റെ ശവമടക്കിന് അവർ എന്ത് പറയണമെന്നറിയാതെ നിന്നു. ചടങ്ങിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ ലൈസൻസ്ഡ് പാരമ്പര്യ സഭകളുടെ തലവന്മാർ ആരും തന്നെ വന്നില്ല എന്നതും ശ്രദ്ധേയമായി. അതുപോലെ പിണറായി വിജയനും പോയില്ല. പോയാൽ അത് അടുത്ത വിവാദത്തിന് വഴിവെക്കും എന്ന അന്തംകമ്മി ഇന്റലിജൻസ് റിപ്പോർട്ട് കൊണ്ടാണ് അത്രേ പോകാഞ്ഞത്. പാസ്റ്റർമാരുടെ പൈജാമ കളഞ്ഞ് പാതിരിമാരുടെ നൈറ്റി ഇട്ടവർ സ്തോത്രം പറയണോ അതോ കുരിശ് വെച്ച് റൂസ്മു വരയ്ക്കണോ എന്നറിയാൻ വയ്യാതെ കുരിശ് വഴറ്റി ചുഴറ്റി നിന്നു. ഓർത്തഡോക്സുകാരനായ റോയ് പുത്തൂരിന്റെ മനോഹര ശബ്ദത്തിൽ ഇട്ട ശവസംസ്കാര ശുശ്രൂഷയുടെ പാട്ടിൽ ആളുകൾ ലയിച്ചു നിന്നപ്പോൾ ശവസംസ്കാര ശുശ്രൂഷ നല്ല ഫ്ലോയായി നടന്നു. പാതിരികൾ ലിപ്പ് പാട്ടിനൊപ്പം സിങ്കാക്കി നൈസായി നിന്നു. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും എന്ന് റോയിയുടെ പാട്ട് മുഴങ്ങിയപ്പോൾ കെ.പി. യോഹന്നാന്റെ മൃതശരീരത്തിന് പിന്നിലൂടെ സഹാബ് കുന്തപ്പള്ളി പാതിരി കുടുങ്ങിപ്പോയപ്പോൾ ആ പാട്ട് അറം പറ്റിയ പോലെ തോന്നി. മരണത്തിന്റെ ദൂതൻ പിന്നാലെ വന്നപ്പോൾ തന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന്. ഈസ്റ്റേൺ ബിലീവേഴ്സ് സഭയുടെ ആദ്യ പരമാധ്യക്ഷനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഓർത്തഡോക്സ് ക്രമമനുസരിച്ചാണ് ശവമടക്ക് നടത്തുന്നത് എന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. ഓർത്തഡോക്സ് ക്രമമനുസരിച്ച് ഇരുത്തിയാണ് അടക്കുന്നത്. എന്നാൽ അപകടത്തിൽ നട്ടലിന് സാരമായ പരിക്കേറ്റിരുന്ന കെ.പി. യോഹന്നാനെ ഇരുത്തി അടക്കുവാൻ പറ്റാത്തത് കൊണ്ട് കിടത്തിയാണ് അടക്കിയത്. അതുകൊണ്ട് ഇനി ചത്തുപോകുന്ന സഭയുടെ തലവന്മാരെല്ലാവരെയും കിടത്തിയായിരിക്കും അടക്കുക. ഇങ്ങനെയാണ് സഭയുടെ പാരമ്പര്യം ഉരുത്തിരിഞ്ഞു വരുന്ന തിയോളജി. കെ.പി. യോഹന്നാന്റെ ശവം കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് പെട്ടിയിൽ നിന്നും ഒരു ശീലം മുത്തുവാനായി പുറത്തേക്ക് പിടിച്ചുകൊണ്ട് നിന്ന ഒരു പാതിരിയെ നാം ഇന്നലെ കണ്ടു. ശവമെടുക്കുന്നതിന് മുമ്പ് കേട്ട ഒരു അനൗൺസ്മെന്റ് ഇപ്രകാരമായിരുന്നു: കെ.പി. യോഹന്നാനെ മുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വന്ന് മുത്തി അനുഗ്രഹം പ്രാപിക്കണമെന്ന്. വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുവാൻ വന്നപ്പോൾ ഒന്ന് ഓടി രക്ഷപ്പെടുവാൻ പോലും കഴിയാത്ത, ഒന്ന് നിലവിളിക്കുവാൻ പോലും കഴിയാത്ത കെ.പി. യോഹന്നാൻ നല്ല ഉശിരോടെ വരുന്ന ജനങ്ങൾക്ക് എന്നാ അനുഗ്രഹമാണ് നൽകുന്നതെന്ന് ആരും തലയിൽ ക്രിസ്മസ് കേക്ക് പോലെ തോന്നിപ്പിക്കുന്ന തൊപ്പിയും വെച്ച് നിൽക്കുന്ന പാതിരിപ്പണിക്കാരന്മാരോട് ചോദിച്ചില്ല. ഒരു ശവശരീരം വെച്ച് എന്തൊക്കെ കാണിക്കാമെന്ന ക്രിയേറ്റിവിറ്റിയുടെ റിസോഴ്സ്ഫുൾനെസ്സിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അവിടെ നടന്നത്. എന്തൊക്കെ പറഞ്ഞാലും കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ഒരു ശവമടക്ക് ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു തിരുവല്ലയിൽ നടന്നത്. എന്തോ മഹത്തായ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് എന്ന ഫീൽ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങൾക്കും ആവശ്യത്തിന് പരസ്യങ്ങൾ വാരിക്കോരിക്കൊടുത്തതിനാൽ പത്രമാധ്യമങ്ങളും പരിപാടി നന്നായി വാർത്ത എഴുതി കൊഴിപ്പിച്ചു. കെ.പി. യോഹന്നാൻ വീട് വെച്ച് കൊടുത്ത ഒരു പത്രത്തിന്റെ റിപ്പോർട്ടർ കൊടുത്ത ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു: പാവങ്ങളുടെ പടത്തലവൻ യാത്രയായി. ITV ന്യൂസ് കെ.പി. യോഹന്നാന്റെ ശവമടക്ക് ലൈവായി കാണിച്ചപ്പോൾ പലരും ഓർത്തു ഞങ്ങൾ മലക്കം പറഞ്ഞു കാശ് വാങ്ങിയാണ് ലൈവ് കൊടുത്തത് എന്ന്. അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ്
ലൈവ് കൊടുത്തത് എന്ന്. എന്നാൽ മനസ്സിലാക്കുക, ഞങ്ങൾ പണം വാങ്ങിയല്ല ഈ ലൈവ് ചെയ്തത്. ലൈവ് റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയുമല്ല ഞങ്ങൾ ഇത് കൊടുത്തത്. ശവമടക്ക് അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ വിഷ്വൽ വരുന്ന ലൈവിൽ നിന്നും വരുമാനം കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, കോപ്പിറൈറ്റ് സോങ്ങുകളാണ് പ്ലേബാക്ക് എന്നതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വിഷയങ്ങളും ധാരാളം ഉണ്ടാവും. ചാനൽ വരെ പൊട്ടിപ്പോകാം. എന്നിട്ടും ITV ന്യൂസ് ഇത് ലൈവായി കൊടുക്കുവാൻ കാരണം ജനങ്ങൾ ഈ നാടകം മുഴുവനും കാണണം, അതിനുവേണ്ടി മാത്രമാണ്. KP യോഹന്നാൻ്റെ ഈ മരണം ലോകത്തോട് വിളിച്ചു പറയുന്ന ചില സത്യങ്ങളുണ്ട്. ഇത് എല്ലാ ആത്മീയ വ്യാപാരികളായ മെത്രായോളികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. വചനമെടുത്ത് കളിക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തെ വൃഥാ എടുത്ത് ഉപയോഗിക്കുന്ന മോന്മാരെ ശിക്ഷിക്കുവാൻ അവന്മാർ ചത്തു മേൽപോട്ട് ചെല്ലുന്നിടം വരെ ദൈവം ഇനി കാക്കില്ല. ഭൂമിയിൽ പ്രതാപത്തോടെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ തന്നെ ഭൂമിയിൽ വെച്ച് തന്നെ ഇവന്മാരെ തീർക്കും. ആരെക്കൊണ്ട്? ഇവരുടെ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് തന്നെ. എന്തിന്? ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി. ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതിനേക്കാൾ ദുഷ്കരം എന്ന വചനം മറന്ന്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന വാക്യം മറന്ന്, പക്ഷികളുടെയും പറവകളുടെയും ഉപമകൾ മറന്ന്, അവനവൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടൊപ്പം ഭക്ഷിക്കുക എന്ന തിരുവചനം മറന്ന്, മറ്റുള്ളവൻ്റെ വിയർപ്പിൻ്റെ ദശാംശം പറ്റി ദൈവവേലയ്ക്കെന്നും പറഞ്ഞ് ദൈവത്തിനിട്ട് വേല വെച്ച് ആ പണം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി സമ്പന്നനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവനെ, ജനങ്ങളെ ദൈവത്തിൽ നിന്ന് കറ്റി കോലക്കടിലേക്ക് നയിക്കുന്നവരെ ദൈവം ഒരു തെരുവുപട്ടിയെപ്പോലെ കൊന്നുകളഞ്ഞു. അവൻ്റെ കപടത, അവൻ്റെ ശൂന്യത ലോകത്തിന് വെളിവാക്കി. ഈ ദൃഷ്ടാന്തം കൊണ്ടൊന്നും പഠിക്കാത്ത, മനസ്സിലാകാത്ത മൊണ്ണകൾ കാട്ടിക്കൂട്ടുന്ന വേലകൾ ബോധമുള്ളവർ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ITV ന്യൂസ് ആ ലൈവ് നൽകിയത്. ഇതൊരു തുടക്കം മാത്രം. ഈ കപടതയെ ദൈവം കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ തകർത്ത് കളയും. അതുപോലെ മൊണ്ണകൾ എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നത് നിനക്കിതിലും ഗതികെട്ട മരണം ഉണ്ടാവും എന്നാണ്. പിന്നെ എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം, കർത്താവ് കട്ടൽ കിടന്ന് സുഖമായി അല്ല മരിച്ചത് എന്നാണ്. അദ്ദേഹം ജീവിച്ചതിലും ഒരു 12 വർഷം കൂടി ഞാൻ അധികമായി ഇപ്പോൾ തന്നെ ജീവിച്ചിട്ടുണ്ട്. അത് തന്നെ എനിക്ക് ബോണസാണ്. മരണമുണ്ടായാലും ഏതായാലും അത്രയും കഷ്ടതയുള്ള ഒരു മരണം എനിക്കുണ്ടാവുമോ? കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, അല്ലാത്തവന്മാർ പോയി അത് തന്നെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.